എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോയിലേക്ക് ഹൃദയപൂർവമായ സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അനന്തമായ സമുദ്രത്തിൻ്റെ നടുവിലെ ഒരു പാറക്കെട്ടിലാണ്. എൻ്റെ ചുറ്റും 360 ഡിഗ്രിയും വെള്ളം മാത്രം. പുറകിൽ കാട്ടുകാട്ടിൻ്റെ ആഞ്ഞടിക്കൽ, മുന്നിൽ തിരമാലകളുടെ ഗർജനം. നോക്കൂ, എൻ്റെ കൈകളിലെ ഈ വെട്ടുപാടുകൾ. ഓരോന്നിനും ഒരു കഥയുണ്ട്. അതിജീവനത്തിൻ്റെ കഥ, മരണത്തെ മറികടന്നുള്ള യാത്രയുടെ കഥ. ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടുപിടിക്കുന്നത് ഒരു അസാധാരണ അനുഭവത്തിലേക്കാണ്, ഒരു അതിജീവന യുദ്ധത്തിലേക്ക്. കേൾക്കുന്നുണ്ടോ ആ ശബ്ദം? കടൽക്കാക്കകളുടെ നിലവിളി. അവയുടെ കണ്ണുകളിൽ വിശപ്പ് മാത്രം. അവയ്ക്കറിയാം ഇവിടെ ഭക്ഷണം ദുർലഭമാണെന്ന്. എനിക്കുമറിയാം. കഴിഞ്ഞ 3 ദിവസമായി എൻ്റെ വായിൽ വെള്ളം പോലും കയറിയിട്ടില്ല. ശരിയായ വെള്ളം, ഉപ്പുവെള്ളമല്ല. ഈ ചുണ്ടുകൾ വരണ്ടു പൊട്ടിയിരിക്കുന്നു, നാവ് വീർത്തിരിക്കുന്നു. എങ്കിലും ഇപ്പോൾ മരിക്കാൻ പറ്റില്ല. ഇനിയും കാണാനുണ്ട് ഈ ദ്വീപിൻ്റെ രഹസ്യങ്ങൾ. നോക്കൂ, ആ അടർന്നു വീണ തെങ്ങിൻതടി. ഇന്നലെ രാത്രി കൊടുങ്കാറ്റിൽ ഇടിഞ്ഞു വീണതാണ്. കൊടുങ്കാറ്റെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇരുട്ടിൽ പ്രളയം, ആകാശത്ത് തീപ്പൊരി, കടൽ നാവിക്കുന്നത് പോലെ തിരകൾ വീശിയടിക്കുന്നു. ഞാൻ പിടിച്ചിരുന്നത് ഒരു പാറയുടെ പിളർപ്പാണ്. നഖങ്ങൾ തകർന്നു, രക്തമൊഴുകി. പക്ഷേ ഞാൻ വിട്ടില്ല. എനിക്ക് വിടാൻ പറ്റില്ലായിരുന്നു. വിട്ടാൽ സമുദ്രത്തിനിരയാകും. ഇപ്പോൾ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കിഴക്ക് ആകാശം ചുവന്നു തുടങ്ങി. സ്വർണ്ണനിറം പടരുന്നു തിരമാലകളെ. സുന്ദരം, അതേസമയം ഭയാനകവും. കാരണം സൂര്യൻ എന്നാൽ ചൂട്, ദാഹം, കൂടുതൽ വേദന. എൻ്റെ ചർമ്മം ഇതിനകം തന്നെ പൊള്ളലേറ്റിരിക്കുന്നു. മുഖത്തിൻ്റെ തൊലി ഉറിഞ്ഞു വീഴുന്നുണ്ട്. എങ്കിലും ഞാൻ നിൽക്കണം. ഈ യുദ്ധത്തിൽ തോൽക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ നോക്കൂ, ഒരു കൊച്ചു കത്തി. കടലിൽ ഒഴുകി വന്ന ഒരു പഴയ ബോട്ടിൻ്റെ അവശിഷ്ടത്തിൽ നിന്നാണിത് കിട്ടിയത്. തുരുമ്പെടുത്തിരിക്കുന്നു, പക്ഷേ മൂർച്ചയുണ്ട്. ഇതെൻ്റെ ആയുധം, ഇതെൻ്റെ പ്രതീക്ഷ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ വേരുകൾ കുത്തിപ്പറിക്കുന്നത്, മരത്തിൻ്റെ പുറന്തൊലി ഉരിക്കുന്നത്, ചിലപ്പോൾ ചെറിയ മത്സ്യങ്ങളെ പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലെ ഒരു ഞണ്ടിനെ കിട്ടി. ചെറുതായിരുന്നു, പക്ഷേ അതാണ് 2 ദിവസത്തെ ഭക്ഷണം. ദ്വീപ് അത്ര വലുതല്ല, ഒരു ഫുട്ബോൾ കളിസ്ഥലത്തിൻ്റെ വലിപ്പം മാത്രം. നടുവിൽ കുറച്ച് മരങ്ങൾ, തെങ്ങുകൾ, പന്നിക്കിഴങ്ങ്, കാട്ടുചെടികൾ. കടൽ പക്ഷികളുടെ വാസസ്ഥലം. എൻ്റെ എതിരാളികൾ, എൻ്റെ സഹയാത്രികർ. ഒരു വശത്ത് പാറക്കടൽ തീരം, മൂർച്ചയുള്ള പാറകൾ. അവിടെയാണ് ചിപ്പികൾ കൂടുതൽ. ചിലതിൽ മുത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുത്തിന് വിലയില്ല. ജീവനാണ് വില, ജലമാണ് സമ്പത്ത്. കേൾക്കുന്നുണ്ടോ ആ തുരുത്തി ശബ്ദം? വളരെ ദൂരെ നിന്നാണ്. കപ്പലായിരിക്കും, പക്ഷേ അവർക്കെന്നെ കാണില്ല. ഈ ദ്വീപ് എത്ര ചെറുതാണെന്ന് നോക്കൂ. സമുദ്രത്തിലെ ഒരു തരി മാത്രം. ആകാശത്ത് നിന്ന് നോക്കിയാൽ പോലും കാണാൻ പ്രയാസം. അതുകൊണ്ടുതന്നെ രക്ഷ വരുമെന്ന് കാത്തിരിക്കാൻ പറ്റില്ല. സ്വയം രക്ഷപ്പെടണം, സ്വയം അതിജീവിക്കണം. എൻ്റെ അഭയകേന്ദ്രം നോക്കൂ. ദ്വീപിൻ്റെ വടക്കേ അറ്റത്ത് 3 പാറകൾ ചാരി നിൽക്കുന്നിടം. അതിൻ്റെ താഴെ ഒരു ചെറിയ ഗുഹ പോലെയുള്ള സ്ഥലം. അവിടെയാണ് രാത്രി കഴിയുന്നത്. തണുപ്പിൽ നിന്ന് രക്ഷ, മഴയിൽ നിന്ന് സംരക്ഷണം. വേട്ടമൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ മൃഗങ്ങളില്ല. പക്ഷേ ഉറുമ്പുകളും പാമ്പുകളും പല്ലികളുമുണ്ട്. അവയും അപകടകാരികൾ തന്നെ. ഇപ്പോൾ സമയം 6 മണിയോളമായിരിക്കും. കൃത്യമായി അറിയില്ല. എൻ്റെ വാച്ച് നിന്നുപോയി. 2ാം ദിവസം തന്നെ. ഉപ്പുവെള്ളത്തിൽ നശിച്ചു. ഇപ്പോൾ സമയമളക്കുന്നത് സൂര്യൻ്റെ സ്ഥാനം നോക്കിയാണ്. രാത്രിയിൽ നക്ഷത്രങ്ങൾ നോക്കിയാണ്. ദിവസങ്ങൾ എണ്ണുന്നത് പാറയിൽ വര വരച്ചു വച്ചാണ്. ഇന്ന് 7ാം ദിവസം. 7 ദിവസമായി ഞാനിവിടെ കുടുങ്ങിയിരിക്കുന്നു. 7 നാളുകളായി പ്രകൃതിയോട് പടവെട്ടുന്നു. നോക്കൂ, അവിടെ വെള്ളത്തിൽ ഒരു കൂട്ടം ചെറിയ മത്സ്യങ്ങൾ. വെള്ളിനിറം മിന്നിത്തിളങ്ങുന്നു സൂര്യപ്രകാശത്തിൽ. അവയെ എങ്ങനെ പിടിക്കും? കയ്യിൽ വലയില്ല. പക്ഷെ ചിന്തിക്കേണ്ടി വരും. പനമരത്തിൻ്റെ നാരുകൾ കൊണ്ട് ഒരു വല നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ മുറുക്കം വരുന്നില്ല, തകർന്നു പോകുന്നു. വീണ്ടും തുടങ്ങണം. തോൽക്കാൻ പാടില്ല. ഈ യുദ്ധത്തിൽ തോൽക്കാൻ പാടില്ല. എൻ്റെ ശരീരത്തിലേക്ക് നോക്കൂ. മെലിഞ്ഞിരിക്കുന്നു. വാരിയെല്ലുകൾ പുറത്തു തെളിയുന്നു. ശക്തി കുറയുന്നു. പക്ഷേ മനസ്സ് ശക്തമായിട്ടുണ്ട്. മനസ്സിൻ്റെ ശക്തിയാണ് ഇപ്പോൾ എന്നെ നിലനിർത്തുന്നത്. കുടുംബത്തെ ഓർത്ത്, സ്നേഹിതരെ ഓർത്ത്, എൻ്റെ സ്വപ്നങ്ങളെ ഓർത്ത്, ഇനിയും ചെയ്യാനുള്ളതെല്ലാം ഓർത്ത്. അതാണെന്നെ ജീവനോട് നിലനിർത്തുന്നത്. ഈ പ്രതീക്ഷയാണ് എൻ്റെ ഇന്ധനം. ഇപ്പോൾ ഞാൻ നടക്കുകയാണ് ദ്വീപിൻ്റെ തെക്കേ അറ്റത്തേക്ക്. അവിടെ ഒരു പാറക്കെട്ടുണ്ട്. അവിടെ നിന്ന് തിരകൾ കുറവാണ്.
വെള്ളം ആഴം കുറഞ്ഞതാണ്. ചിലപ്പോൾ അവിടെ ചിപ്പികൾ കൂടുതൽ കിട്ടിയേക്കാം. അല്ലെങ്കിൽ കടൽ പായൽ. അതും ഭക്ഷണമാണ്. അരോചകമായ രുചി, പക്ഷെ വിശക്കുമ്പോൾ എല്ലാം രുചികരം. വയറിൻ്റെ വേദനയ്ക്ക് മുന്നിൽ നാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിലയില്ല. കാറ്റ് ശക്തമാകുന്നുണ്ട്. മേഘങ്ങൾ കൂടി വരുന്നു. വീണ്ടും കൊടുങ്കാറ്റായിരിക്കും. എന്നാൽ ഇത്തവണ ഞാൻ തയ്യാറാണ്. എൻ്റെ അഭയകേന്ദ്രം ശക്തമാറ്റിയിട്ടുണ്ട്. കൂടുതൽ പാറകൾ വെച്ച് താങ്ങി, ഇലകൾ കൊണ്ട് മൂടി. വെള്ളം സംഭരിക്കാൻ തെങ്ങിൻ ചിരട്ടകൾ സൂക്ഷിച്ചിട്ടുണ്ട്. മഴവെള്ളം ശേഖരിക്കാൻ. ഇത്തവണ ഞാൻ മഴയ്ക്കൊപ്പം യുദ്ധം ചെയ്യില്ല. മഴയോടൊപ്പം നിൽക്കും. മഴ എൻ്റെ സഖിയാണ്, ജീവദായകമാണ്. പിന്നെ ഇന്ന് രാത്രി ഒരു പ്രധാന കാര്യമുണ്ട്. തീയുണ്ടാക്കാൻ ശ്രമിക്കണം. 2 വരണ്ട തടികൾ തമ്മിൽ ഉരസി ഞാൻ ശ്രമിച്ചു. 1 മണിക്കൂർ, 2 മണിക്കൂർ. കൈകൾ വേദനിച്ചു. പക്ഷേ ഒരു തീപ്പൊരി പോലും ഉണ്ടായില്ല. ആ രാത്രി ഞാൻ ഉപേക്ഷിച്ചു. പക്ഷേ പ്രതീക്ഷ വിട്ടില്ല. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ഞാൻ ഉണർന്നു. വയറ് വല്ലാതെ വേദനിച്ചു. 2 ദിവസമായി ശരിയായ ഭക്ഷണം കഴിച്ചിട്ട്. തെങ്ങാവെള്ളവും കുറച്ച് കടൽപ്പായലും മാത്രം. ശരീരം തളർന്നു തുടങ്ങി. എങ്കിലും ഞാൻ മുന്നോട്ടു നീങ്ങി. പാറക്കെട്ടിലേക്ക് നടന്നു. പാറകളിൽ പച്ച നിറത്തിലുള്ള കാളാൻ ഞാൻ കണ്ടു. ഞാനത് ചുരണ്ടിയെടുത്തു. കയ്പുള്ള രുചിയായിരുന്നു. പക്ഷേ ഞാൻ കഴിച്ചു. പിന്നെ ചില ചിപ്പികൾ കണ്ടെത്തി. പാറകൾക്കിടയിൽ. ചെറുതായിരുന്നു, പക്ഷേ അവയുടെ അകത്തെ മാംസം മധുരമായിരുന്നു. കുറച്ച് ഊർജം എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് തോന്നി. തിരികെ പോകുമ്പോൾ ഞാൻ വല്ലാത്തൊരു കാര്യം കണ്ടു. മണിലിൽ കാൽപ്പാടുകൾ. പുതിയ കാൽപ്പാടുകൾ. എൻ്റെ കാൽപ്പാടല്ല, വലുതാണ്. എൻ്റെ ഹൃദയമിടുപ്പ് കൂടി. വേറെ ആരെങ്കിലും ഈ ദ്വീപിലുണ്ടോ? അതോ മൃഗങ്ങളുടെ അടയാളങ്ങളോ? ഞാൻ കാൽപ്പാടുകൾ പിന്തുടർന്നു. അവ ദ്വീപിൻ്റെ കിഴക്കോട്ട് പോയി, കാടിൻ്റെ ഉള്ളിലേക്ക്. കാടിനുള്ളിൽ ഞാൻ നടന്നു. ചുറ്റും നിഴലുകൾ, മരങ്ങളുടെ ശബ്ദങ്ങൾ. എനിക്ക് ഭയമുണ്ടായി, പക്ഷേ അറിയണം എന്ന ആഗ്രഹം കൂടുതലായിരുന്നു. കാൽപ്പാടുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി, ചെടികൾക്കിടയിൽ. ഞാൻ നിരാശനായി. പക്ഷേ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ എന്തോ കണ്ടു. ഒരു പഴയ ഘടനയുടെ അവശിഷ്ടം. മരത്തടിയിൽ നിന്ന് നിർമ്മിച്ച എന്തോ ഒന്ന്. പൂർണ്ണമായും തകർന്നിരുന്നു, ചീഞ്ഞു, പൊളിഞ്ഞു. പക്ഷേ അത് മനുഷ്യനിർമ്മിതമെന്ന് വ്യക്തമായിരുന്നു. ഞാൻ അടുത്തു ചെന്ന് പരിശോധിച്ചു. കയറുകളുടെ കഷ്ണങ്ങൾ, ജീർണിച്ച തുണിക്കഷ്ണങ്ങൾ, ഒരു പഴയ കുപ്പി, പൊട്ടിയത്. എൻ്റെ നെഞ്ചിൽ പ്രതീക്ഷ തിളച്ചു. ഇവിടെ മുൻപ് ആരെങ്കിലും ഉണ്ടായിരുന്നു. അവർ അതിജീവിച്ചോ? രക്ഷപ്പെട്ടോ? അതോ? എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വഴിയുണ്ട്. ഞാൻ അന്വേഷണം തുടർന്നു, അവശിഷ്ടങ്ങൾക്കിടയിൽ. എന്നിട്ട് ഞാൻ കണ്ടെത്തി ഒരു ചെറിയ ലോഹപ്പെട്ടി, തുരുമ്പ് പിടിച്ചത്. ഞാനത് തുറക്കാൻ ശ്രമിച്ചു. കഷ്ടപ്പെട്ടു തുറന്നു. അകത്തൊരു കത്തി, പഴയത്, മങ്ങിയത്. പക്ഷെ ഇപ്പോഴും മൂർച്ചയുണ്ട്. എന്തൊരു ഭാഗ്യം! ഈ കത്തി കൊണ്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? മരം മുറിക്കാം, മാംസം മുറിക്കാം. കൂടുതൽ സുരക്ഷയുണ്ട്. ഞാൻ തിരികെ കടൽ തീരത്തേക്ക് പോയി. കത്തികൊണ്ട് തടികൾ മുറിച്ചു. മൂർച്ചയുള്ള കുന്തങ്ങളുണ്ടാക്കി, മീൻ പിടിക്കാൻ. വൈകുന്നേരം ഞാൻ കടലിൽ നിന്നു. ആഴം കുറഞ്ഞ പ്രദേശത്ത്. കുന്തം കയ്യിൽ. ഞാൻ കാത്തിരുന്നു. മീൻ വന്നു. വെള്ളി നിറം മിന്നി തിളങ്ങുന്നു സൂര്യപ്രകാശത്തിൽ. ഞാൻ കുന്തമെറിഞ്ഞു, പിഴച്ചു. വീണ്ടും ശ്രമിച്ചു, പിഴച്ചു. 5 തവണ, 10 തവണ. കൈകൾ വേദനിച്ചു, മനസ്സ് തളർന്നു. എന്നാൽ ഞാൻ ഉപേക്ഷിച്ചില്ല. 11ാമത്തെ ശ്രമത്തിൽ കുന്തം കൃത്യമായി വന്നു. മീൻ തുളച്ചുകയറി. ജയം! എൻ്റെ ആദ്യ മീൻ. ഞാൻ ആഹ്ലാദത്തോടെ കരയിൽ കൊണ്ടുവന്നു. വലുതല്ല, പക്ഷെ ഭക്ഷണം, ശരിയായ ഭക്ഷണം. കത്തികൊണ്ട് ഞാനത് വൃത്തിയാക്കി. ആന്തരിക ഭാഗങ്ങൾ നീക്കം ചെയ്തു. മാംസമെടുത്തു. ഞാനത് അസംസ്കൃതമായി കഴിച്ചു. പച്ചയായി. പാചകം ചെയ്യാൻ എനിക്ക് തീയുണ്ടായിരുന്നില്ല. പക്ഷെ സാരമില്ല, രുചി അത്ഭുതകരമായിരുന്നു. എൻ്റെ നാവിൽ പുതുമയുടെ രുചി. ശരീരത്തിൽ ശക്തി പടർന്നു. ഹൃദയത്തിൽ സന്തോഷം. ആ രാത്രി ഞാൻ നന്നായി ഉറങ്ങി. ഞാൻ സ്വപ്നം കണ്ടു. വീട്ടിലെ സ്വപ്നം. കുടുംബത്തോടൊപ്പം, ചൂടുള്ള ഭക്ഷണം, സുരക്ഷിതത്വം. ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. പക്ഷേ ഹൃദയത്തിൽ ദൃഢത കൂടിയിരുന്നു. 15ാം ദിവസമായി. ഞാനൊരു ദിനചര്യ സ്ഥാപിച്ചു. മവലം വെള്ളം ശേഖരിക്കൽ, പകൽ മീൻപിടിത്തം, വൈകുന്നേരം അഭയകേന്ദ്രം ശക്തമാക്കൽ, രാത്രി ചിന്തകൾ, പ്രതീക്ഷകൾ, പദ്ധതികൾ. പക്ഷേ ഒരു പുതിയ ആശങ്ക എന്നിൽ വന്നു. ഏകാന്തത. ഏകാന്തത എന്നെ കൊന്നു തുടങ്ങി. എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ. എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. ഞാൻ സ്വയം സംസാരിക്കാൻ തുടങ്ങി. ഉറക്കെ. മരങ്ങളോട്, കടലോട്, കല്ലുകളോട്. ഞാൻ ഭ്രാന്തിൻ്റെ അതിർത്തിയിലായിരുന്നു. എന്നിട്ടെനിക്കൊരു ആശയമുണ്ടായി.
ആ പഴയ ഘടനയിൽ കണ്ട കയറുകൾ കൊണ്ട് ഒരു ചങ്ങാടമുണ്ടാക്കാം, കടൽ കടക്കാം, രക്ഷയിലേക്ക് പോകാം. അപകടകരമായ ആശയമായിരുന്നു. പക്ഷേ ഇവിടെ മരിക്കുന്നതിനേക്കാൾ നല്ലത് ശ്രമിച്ചു മരിക്കുന്നതാണ്. ഞാൻ തടികൾ ശേഖരിക്കാൻ തുടങ്ങി. വലിയവ, ഉറപ്പുള്ളവ, കടൽ തീരത്ത് വന്നു ചേരുന്നവ, കാറ്റിനും തിരമാലകൾക്കും മരം പൊട്ടിച്ചവ. ഞാൻ കയറുകൾ കണ്ടെത്തി, മുന്തിരിവള്ളികൾ, ശക്തമായവ. ഞാനവ ഉണക്കി, കെട്ടി. ദിവസങ്ങൾ കടന്നുപോയി. എൻ്റെ ചങ്ങാടം രൂപം പ്രാപിച്ചു. 6 വലിയ തടികൾ, കയറുകൾ കൊണ്ട് മുറുകെ ബന്ധിച്ചത്. ഒരു ചെറിയ മാസ്റ്റ്, ഇലകൾ കൊണ്ടൊരു കപ്പൽ. അസംഭവ്യമായത്, പക്ഷേ സാധ്യമായത്. ഞാനത് പരീക്ഷിച്ചു. കടലിൽ ഇറക്കി, ആഴം കുറഞ്ഞ ഭാഗത്ത്. അത് പൊങ്ങി, വിജയം. പക്ഷേ അത് അസ്ഥിരമായിരുന്നു. ബാലൻസ് പ്രശ്നം. എനിക്ക് കൂടുതൽ മെച്ചപ്പെടുത്തണം, കൂടുതൽ തടികൾ, കൂടുതൽ ബലം. ഇപ്പോൾ 21-ാം ദിവസം. എൻ്റെ ചങ്ങാടം ഏതാണ്ട് ഇപ്പോൾ 21-ാം ദിവസം. എൻ്റെ ചങ്ങാടം ഏതാണ്ട് തയ്യാറായി. പക്ഷേ എനിക്കൊരു പ്രധാന തീരുമാനമെടുക്കണം. എപ്പോൾ യാത്ര തുടങ്ങണം? കാലാവസ്ഥ നല്ലതായിരിക്കണം. കടൽ ശാന്തമായിരിക്കണം. തെറ്റായ സമയമെങ്കിൽ മരണം. ഞാൻ കാത്തിരുന്നു. ആകാശം നിരീക്ഷിച്ചു. തിരമാലകൾ പഠിച്ചു. കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കി. എനിക്ക് 3 ദിവസം നല്ല കാലാവസ്ഥ വേണം. കുറഞ്ഞത് 3 ദിവസം. അല്ലെങ്കിൽ സമുദ്രം എൻ്റെ ശവക്കുഴിയാകും. 23-ാം ദിവസം പുലർച്ചെ. ആകാശം തെളിഞ്ഞു. മേഘങ്ങൾ വെളുത്തതും ലഘുവും. കടൽ നിശബ്ദം. തിരമാലകൾ മൃദുവായി. എൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഇന്നായിരിക്കാം ആ ദിവസം. ഇന്നായിരിക്കണം. ഞാൻ അവസാന തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. തേങ്ങകൾ ശേഖരിച്ചു. 10 എണ്ണം. വെള്ളത്തിനും ഭക്ഷണത്തിനും. ഉണക്കിയ മത്സ്യം, കുറച്ചു പഴങ്ങൾ. ഞാൻ അവ ചെറിയ തുകൽ സഞ്ചിയിൽ സൂക്ഷിച്ചു. ചങ്ങാടത്തിൽ കെട്ടി. വെള്ളം കയറാതെ, ശ്രദ്ധയോടെ. മധ്യാഹ്നമായി. സൂര്യൻ എൻ്റെ തലയ്ക്ക് മുകളിൽ. തീരുമാനത്തിൻ്റെ നേരം. ഞാൻ ദ്വീപിന് അവസാനമായൊരു നോട്ടം നൽകി. 23 ദിവസം ഞാൻ ഇവിടെയുണ്ടായിരുന്നു. നരകവും സ്വർഗവും ഒരുമിച്ച്. പക്ഷേ ഇനി വേർപാട്. തിരിച്ചുവരവില്ല. ഒന്നുകിൽ മോചനം, അല്ലെങ്കിൽ മരണം. ഞാൻ ചങ്ങാടം വെള്ളത്തിലേക്ക് വലിച്ചിഴച്ചു. അത് ഭാരമുള്ളതായിരുന്നു, കഷ്ടം. പക്ഷെ ഞാൻ മുന്നോട്ടുപോയി. ഓരോ ചുവടും വിധിയിലേക്കായിരുന്നു. എൻ്റെ കാലുകൾ തണുത്ത വെള്ളത്തിൽ, ഹൃദയം പേടിയിൽ, പക്ഷേ നിർണയത്തോടെ. ഞാൻ കയറി ചങ്ങാടത്തിൽ. അതാടി. ഞാൻ ബാലൻസ് പിടിച്ചു. കാറ്റ് നല്ലതായിരുന്നു, കിഴക്ക് നിന്ന്. ഞാൻ തീരത്തിൽ നിന്ന് അകലേക്ക് നീങ്ങി, പടിഞ്ഞാറോട്ട്. അവിടെ എവിടെയെങ്കിലും കരയുണ്ടാകണം, ദ്വീപുകളുണ്ടാകണം, മനുഷ്യരുണ്ടാകണം. ഞാൻ തുഴഞ്ഞു. ആദ്യം തീരത്തു നിന്നകലാൻ. തടികൊണ്ടുണ്ടാക്കിയ തുഴ, പ്രാകൃതമായത്, പക്ഷേ ഫലപ്രദം. ഞാൻ തിരമാലകൾ കടന്നു. ആഴത്തിലേക്ക് പോയി. നീലനിറം ഇരുണ്ടു. അടിത്തട്ട് അപ്രത്യക്ഷമായി. ദ്വീപ് ചെറുതായി. എൻ്റെ പിറകിലേക്ക്. പച്ചപ്പ് മങ്ങി. എൻ്റെ ഹൃദയത്തിൽ വിചിത്രമായ വേദന തോന്നി. ഞാൻ വിട്ടുപോകുന്നത് എൻ്റെ തടവറയായിരുന്നു, പക്ഷേ സുരക്ഷിതമായ തടവറ. ഇപ്പോൾ തുറന്ന സമുദ്രം, അനന്തമായ അപകടം, അപരിചിതമായ ഭയം. 1 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ. ദ്വീപ് ചക്രവാളത്തിലൊരു ചെറിയ പുള്ളിയായി. പിന്നെ ഒന്നുമില്ല. എല്ലാ ദിശയിലും കടൽ മാത്രം. നീലവും അനന്തവും. ഏകാന്തത സമ്പൂർണമായി. കാറ്റ് ശക്തമായി. എൻ്റെ കപ്പൽ വീർത്തു. ഇലകൾ കൊണ്ടുണ്ടാക്കിയത്, വിചിത്രമായത്, പക്ഷേ അത് പ്രവർത്തിച്ചു. ചങ്ങാടം വേഗത പിടിച്ചു. തിരമാലകൾക്ക് മുകളിലൂടെ, മുന്നോട്ട്, പടിഞ്ഞാറോട്ട്, പ്രതീക്ഷയിലേക്ക്. സൂര്യൻ താഴ്ന്നു തുടങ്ങി. ആകാശം ചുവന്നു. സുന്ദരമായത്, ഭയാനകവും. രാത്രി വരുന്നു. ആദ്യ രാത്രി. സമുദ്രത്തിൽ, തനിച്ച്, ഇരുട്ടിൽ. എന്തുവരും? സ്രാവുകൾ, കൊടുങ്കാട്ട്, മരണം. ഇരുട്ടു വ്യാപിച്ചു. നക്ഷത്രങ്ങൾ പ്രത്യക്ഷമായി. 1000-ങ്ങൾ, ദശലക്ഷങ്ങൾ. ഞാൻ ഒരിക്കലും തീരത്ത് ഇത്രയും വെളിച്ചം കണ്ടിട്ടില്ല. അത് മാസ്മരികമായിരുന്നു. എൻ്റെ ചങ്ങാടം ചെറുതായിരുന്നു. പ്രപഞ്ചത്തിൽ ഒരു പൊടിപടലം. ഒരു മനുഷ്യൻ, ഒരു സ്വപ്നം, അതിജീവിക്കുക. ഞാൻ കിടന്നു, തടികളിൽ. എൻ്റെ വേദന ശരീരം വേദനിച്ചു. പക്ഷേ എനിക്ക് ഉറങ്ങാനായില്ല. തിരമാലകളുടെ ശബ്ദം, ചങ്ങാടത്തിൻ്റെ വിറയൽ, എല്ലാം പുതിയതായിരുന്നു, ഭയപ്പെടുത്തുന്നത്. ഞാൻ കണ്ണുകൾ തുറന്നു. നക്ഷത്രങ്ങളിലേക്ക് നോക്കി. ഞാൻ പ്രാർത്ഥിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി. പെട്ടെന്നൊരു വലിയ തിര വന്നു. എൻ്റെ ചങ്ങാടം മുകളിലേക്ക് ഉയർന്നു. താഴേക്ക് വീണു. ഞാൻ പിടിച്ചു നിന്നു. കയറുകൾ മുറുകെ പിടിച്ചു. എൻ്റെ ഹൃദയം നിലച്ചുപോയി. തിര കടന്നുപോയി. ഞാൻ സുരക്ഷിതനായിരുന്നു. ഇപ്പോൾ പുലർച്ചെയെത്തി. സാവധാനത്തിൽ ഞാൻ സൂര്യോദയം കണ്ടു. അത് അതിശയകരമായിരുന്നു. സമുദ്രം സ്വർണമായി. പുതിയ ദിവസം. ഞാൻ ജീവിച്ചിരിക്കുന്നു. നന്ദി. ആർക്കോ, എന്തിനോ. 24-ാം ദിവസം. സമുദ്രത്തിലെ ആദ്യ പൂർണ്ണ ദിവസം. ഞാൻ വെള്ളം കുടിച്ചു. തേങ്ങയിൽ നിന്ന്. കുറച്ചു മത്സ്യം കഴിച്ചു. എൻ്റെ ആഹാരം ഞാൻ സൂക്ഷിക്കണം. എത്ര ദിവസം എടുക്കുമെന്നെനിക്കറിയില്ല. ഞാൻ എവിടെ എത്തുമെന്നറിയില്ല. ഞാൻ എത്തുമോ എന്ന് പോലും അറിയില്ല.
കാറ്റിപ്പോഴും അനുകൂലമായിരുന്നു. ദിശ ശരിയായിരുന്നു. വേഗത നല്ലതായിരുന്നു. പക്ഷേ ചക്രവാളം ശൂന്യമായിരുന്നു. എല്ലാ ദിശയിലും വെള്ളം മാത്രം. കരയെവിടെ? എത്ര ദൂരം? എന്റെ പ്രതീക്ഷ ക്രമേണ മങ്ങാൻ തുടങ്ങി. മധ്യാഹ്നത്തിനടുത്ത് സൂര്യൻ കത്തി. എന്റെ തൊലി വേദനിച്ചു. ഉപ്പുവെള്ളവും സൂര്യപ്രകാശവും ഒരുമിച്ച് ഒരു നരകം സൃഷ്ടിച്ചു. ഞാൻ ഇലകൾ കൊണ്ടൊരു നിഴലുണ്ടാക്കി. കുറച്ച് ആശ്വാസം കിട്ടി. പക്ഷേ ചൂട് തുടർന്നു. പെട്ടെന്ന് വെള്ളത്തിലെന്തോ ചലനം കണ്ടു. എന്റെ ചുറ്റും ഭയം തിരിച്ചെത്തി. സ്രാവുകൾ, മരണം. ഞാൻ എഴുന്നേറ്റിരുന്നു. ശ്രദ്ധിച്ചു നോക്കി. ചാരനിറത്തിൽ, വെള്ളത്തിനടിയിൽ. അവ എന്റെ അടുത്തു വന്നു. ഡോൾഫിനുകൾ 5 എണ്ണം. അവ എന്റെ ചങ്ങാടത്തിന് ചുറ്റും കളിച്ചു. ചാടി, വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് മൂങ്ങി. വീണ്ടും. അത് സന്തോഷകരമായിരുന്നു. നിർഭയമായിരുന്നു. അവ മനുഷ്യന് സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഒരെണ്ണം എന്റെ അടുത്തു വന്നു. ചങ്ങാടത്തിന്റെ അരികിൽ. ഞാൻ കൈ നീട്ടി. അതിനെ സ്പർശിച്ചു. അത് മിനുസമുള്ളതായിരുന്നു. തണുത്തത്, മനോഹരമായിരുന്നു. ഞാൻ അതിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അത് ബുദ്ധിയുള്ളതായിരുന്നു. അതെന്നോട് പറയുന്നതുപോലെ തോന്നി. പ്രതീക്ഷ വിടരുത്, മുന്നോട്ടു പോകൂ. മണിക്കൂറുകൾ നീണ്ടു. ഡോൾഫിനുകൾ പോയി. വീണ്ടും ഏകാന്തത. പക്ഷേ എന്റെ ഹൃദയം ഭാരം കുറഞ്ഞു. മാറി. ഞാനൊരു അടയാളം കണ്ടു. സമുദ്രത്തിൽ ജീവനുണ്ട്, സൗഹൃദമുണ്ട്. ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നി. രണ്ടാമത്തെ രാത്രിയെത്തി. അത് ആദ്യത്തേതിനേക്കാൾ എളുപ്പമായിരുന്നു. ഞാൻ പതുക്കെ ഉറങ്ങി. തിരമാലകളുടെ താളത്തിൽ. ഞാൻ സ്വപ്നങ്ങൾ കണ്ടു. എന്റെ വീട്, എന്റെ കുടുംബം, എന്റെ സുഹൃത്തുക്കൾ. ഞാൻ മറന്നുപോയവ. ഞാൻ തിരിച്ചുവരുമോ? 25-ാം ദിവസ പുലരി. സമുദ്രത്തിലെ 3-ാം ദിവസം. എന്റെ വെള്ളം കുറഞ്ഞുവരുന്നു. തേങ്ങകൾ പകുതി കഴിഞ്ഞു. ആഹാരവും. എനിക്ക് ആശങ്ക തോന്നി. എത്ര നാൾ കൂടി? എത്ര കാലം എനിക്ക് അതിജീവിക്കാൻ കഴിയും? മധ്യാഹ്നത്തോടടുത്ത് ആകാശം മാറി. മേഘങ്ങൾ ഇരുണ്ടു. കാറ്റ് വേഗത്തിലായി. തിരമാലകൾ ഉയർന്നു. കൊടുങ്കാറ്റ് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. തെറ്റായ സമയം മരണമാണ്. മഴ പെയ്യാൻ തുടങ്ങി. ശക്തമായി, തിരശ്ചീനമായി. കാറ്റിലെന്റെ കപ്പൽ വലിഞ്ഞു. ചങ്ങാടം വേഗത്തിലായി. എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. തിരമാലകൾ പർവ്വതങ്ങൾ പോലെ ഉയർന്നു. ഞാൻ മുകളിലേക്ക് ഉയർന്നു. താഴേക്ക് വീണു. എന്റെ വയറ് പൊള്ളഞ്ഞു. ഞാൻ പിടിച്ചു നിന്നു. കയറുകളിൽ എന്റെ ജീവൻ പണയം വെച്ച്. ഓരോ നിമിഷവും വെള്ളം എന്റെ ചങ്ങാടത്തിന് മുകളിലൂടെ ഒഴുകി. തണുത്തത്, ശക്തമായി. ഞാൻ കണ്ണുകൾ അടച്ചു. പല്ലുകൾ കടിച്ചു. എനിക്ക് അതിജീവിക്കണം. ഞാൻ ഇത്രയും ദൂരം വന്നു. ഇപ്പോഴവസാനിക്കില്ല. മണിക്കൂറുകൾ നീണ്ടു. അനന്തമായി. പക്ഷേ കൊടുങ്കാറ്റ് കടന്നുപോയി. സാവധാനത്തിൽ. കാറ്റ് ശാന്തമായി. മഴ നിന്നു. തിരമാലകൾ താഴ്ന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നു. വീണ്ടും. പക്ഷേ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എന്റെ കപ്പൽ കീറിപ്പോയി. പകുതി പോയി. കയറുകളിൽ ചിലതഴിഞ്ഞു. എന്റെ ആഹാരസഞ്ചി കാണാതായി. എന്റെ ഹൃദയം താഴ്ന്നു. ഇനി ഞാൻ എന്തു ചെയ്യും? എനിക്കെങ്ങനെ അതിജീവിക്കും? സന്ധ്യ വന്നു. ഞാൻ ക്ഷീണിതനായിരുന്നു. തളർന്നു. പക്ഷേ ഞാൻ കീഴടങ്ങില്ല. ഒരിക്കലും. ഞാൻ ചക്രവാളത്തിലേക്ക് നോക്കി. അവസാനമായി. സൂര്യാസ്തമയം. ചുവന്നതും. ചുവപ്പ് കടലിനെ രക്തം പോലെയാക്കി. എന്റെ ക്ഷീണിത കണ്ണുകൾ അടഞ്ഞു. എന്റെ ശരീരം മരവിച്ചു. തണുപ്പിൽ, നനവിൽ. പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. എനിക്ക് ഭയമുണ്ടായിരുന്നു. മരണഭയം. രാത്രി ഇരുണ്ടതായിരുന്നു. നക്ഷത്രങ്ങൾ മറഞ്ഞു. മേഘങ്ങളിൽ. എന്റെ ചങ്ങാടമാടി. സാവധാനത്തിൽ, താളാത്മകമായി. വേദനിപ്പിക്കുന്ന താളത്തിൽ. എന്റെ നെഞ്ചു വേദനിച്ചു. വിശപ്പെന്റെ വയറിൽ കത്തി. ആഹാരസഞ്ചി പോയതോടെ എന്റെ പ്രതീക്ഷയും പോയി. പൊടുന്നനെ ഞാനൊരു ശബ്ദം കേട്ടു. വിചിത്രമായത്. ഒരു പക്ഷിയുടെ കരച്ചിൽ. രാത്രിയിൽ. എങ്കിൽ സമീപത്തൊരു ദ്വീപുണ്ട്. എന്റെ ഹൃദയം കുതിച്ചു. പ്രതീക്ഷ വീണ്ടും ജനിച്ചു. ഞാൻ ഇരുട്ടിൽ തിരഞ്ഞു. എന്റെ കണ്ണുകൾ പരക്കെ ഉയർത്തി. പക്ഷെ ഞാൻ ഒന്നും കണ്ടില്ല. പ്രഭാതം വന്നു. സാവധാനത്തിൽ. ആകാശം ചാരനിറത്തിൽ. പിന്നെ നീലയിൽ. സമുദ്രവും ശാന്തമായി. തിരമാലകൾ മന്ദമായി. സൂര്യൻ ഉദിച്ചു. ചക്രവാളത്തിൽ സ്വർണ്ണ നിറത്തിൽ. അപ്പോൾ ഞാൻ കണ്ടു. ദൂരെ, വളരെ ദൂരെ, ഒരു കരിനിഴൽ. ചക്രവാളത്തിൽ. ഒരു ദ്വീപ്. ദൈവമേ, ഒരു ദ്വീപ്. എന്റെ കണ്ണുകൾ തിളങ്ങി. എന്റെ കണ്ണുനീർ വന്നു. ആനന്ദത്തിന്റെ, ആശ്വാസത്തിന്റെ. ഞാൻ എന്റെ കൈകൾ ചലിപ്പിച്ചു. വെള്ളത്തിൽ. ഞാൻ തുഴയാൻ തുടങ്ങി. എന്റെ കീറിപ്പോയ കപ്പൽ ഉപയോഗിച്ച് എനിക്ക് കഴിവത്ര. വേദനയോടെ എന്റെ പേശികൾ നിലവിളിച്ചു. പക്ഷെ ഞാൻ നിർത്തിയില്ല. ദ്വീപിന്റെ ആകർഷണം എനിക്ക് വളരെ ശക്തമായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു. ദ്വീപ് എനിക്ക് അടുത്തു വന്നു. വലുതായി, വ്യക്തമായി. ഞാൻ ഹരിതം കണ്ടു. മരങ്ങൾ, തെങ്ങുകളും മറ്റും. പക്ഷികൾ പാടി. ശാഖകളിൽ. കാറ്റ് മൃദുവായിരുന്നു. വിശപ്പെന്റെ വയറിൽ കത്തി. ഞാൻ തെങ്ങുകളിലേക്ക് നോക്കി. മുകളിൽ തേങ്ങകൾ. പക്ഷെ ഉയരം വളരെ അധികമായിരുന്നു. ഞാൻ കയറാൻ ശ്രമിച്ചു. പക്ഷെ പരാജയപ്പെട്ടു. എന്റെ ശരീരത്തിന് ശക്തിയില്ലായിരുന്നു. പിന്നെ ഞാൻ ദ്വീപിന്റെ ഉള്ളിലേക്ക് നടന്നു. എന്റെ പര്യവേക്ഷണം ആരംഭിച്ചു. പാതകളില്ലാതെ, മുൾച്ചെടികളിലൂടെ, മരത്തിന്റെ വേരുകളിലൂടെ. എന്റെ കാലുകൾ മുറിഞ്ഞു. ചോരയൊലിച്ചു. പക്ഷെ ഞാൻ മുന്നോട്ടുപോയി. പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു. ജലത്തിന്റെ, ഒഴുകുന്ന ജലം. എന്റെ ഹൃദയം കുതിച്ചു. ഞാൻ ശബ്ദത്തിന്റെ ദിശയിലേക്ക് പാഞ്ഞു. വേഗത്തിൽ, അതിക്രമത്തോടെ. അവിടെ ഞാൻ കണ്ടു ഒരു ചെറിയ അരുവി.
പാറകളിൽ നിന്ന് താഴേക്കൊഴുകുന്നു. ശുദ്ധജലം, തിളങ്ങുന്നത് സൂര്യപ്രകാശത്തിൽ. ഞാൻ മുട്ടുകുത്തി, കൈകൾ കൂപ്പി വെള്ളമെടുത്ത് എൻ്റെ വായിലേക്കൊഴിച്ചു. മധുരം, തണുപ്പ്, ജീവൻ. ഞാൻ കുടിച്ചു. ആഴത്തിൽ, നീണ്ടു. എൻ്റെ വയറ് നിറഞ്ഞു. ഞാൻ എൻ്റെ തല നനച്ചു, എൻ്റെ മുഖം കഴുകി. ദിവസങ്ങളിലെ ഉപ്പ് ഞാൻ കഴുകിക്കളഞ്ഞു. ഞാൻ അരുവിക്കരികിലിരുന്നു, ശ്വാസം വലിച്ചു. എൻ്റെ മനസ്സിൽ ചിന്തകൾ തിരക്കി. ഇനി ഞാൻ എന്തു ചെയ്യും? ഞാനിവിടെ എത്തി. പക്ഷേ ഇതെവിടെയാണ്? രക്ഷാസംഘം വരുമോ? എപ്പോൾ? എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ തുടർന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ജീവിക്കണം. എനിക്ക് അതിജീവിക്കണം. എനിക്ക് അഭയം വേണം, ആഹാരം വേണം, തീ വേണം. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പദ്ധതി തയ്യാറാക്കി. ഞാൻ എഴുന്നേറ്റു, തിരയാൻ തുടങ്ങി. ഞാൻ മരക്കൊമ്പുകൾ ശേഖരിച്ചു, ഉണങ്ങിയത് എൻ്റെ അഭയത്തിന്. ഞാൻ ഇലകൾ പറിച്ചു, വലുത് എൻ്റെ മേൽക്കൂരയ്ക്ക്. ഞാൻ കല്ലുകൾ കണ്ടെത്തി, മൂർച്ചയുള്ളത് എൻ്റെ ആയുധത്തിന്. മണിക്കൂറുകൾ ഞാൻ പണിയെടുത്തു. എൻ്റെ വിയർപ്പൊഴുകി. ഞാൻ ക്ഷീണിതനായി. പക്ഷേ ഞാൻ നിർത്തിയില്ല. സൂര്യൻ താഴ്ന്നു തുടങ്ങിയപ്പോഴേക്കും ഞാനൊരു ലളിതമായ അഭയം തയ്യാറാക്കി, മരക്കൊമ്പുകളും ഇലകളും കൊണ്ട്. പിന്നെ ഞാൻ ആഹാരം തിരഞ്ഞു. ഞാനൊരു മരത്തിൻ്റെ താഴെ കായ്കൾ കണ്ടെത്തി. എനിക്കറിയാത്തത്. ഞാനൊരു ചെറിയ കഷ്ണം കടിച്ചു. രുചി കയ്പായിരുന്നു. ഞാനത് തുപ്പി. അതിൽ വിഷമുണ്ടാകാം. പിന്നെ ഞാൻ ചില്ലകളിൽ ചെറിയ ചുവപ്പു പഴങ്ങൾ കണ്ടു. എനിക്ക് ഓർമ്മ വന്നു, ഞാൻ മുൻപ് കണ്ട ഒരു ചിത്രം. അവ ഭക്ഷ്യയോഗ്യമായിരുന്നു. ഞാൻ അവ പറിച്ചെടുത്തു, കഴിച്ചു. അവ മധുരമായിരുന്നു, ചെറുതായി പുളിപ്പും. അവ രുചികരമായിരുന്നു. ഞാൻ കൂടുതൽ ശേഖരിച്ചു, എൻ്റെ അഭയത്തിലേക്ക് കൊണ്ടുവന്നു. സൂര്യൻ അസ്തമിച്ചു. ആകാശം കടും നീലയായി. നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, ലക്ഷക്കണക്കിന്. ഞാൻ എൻ്റെ അഭയത്തിൽ കിടന്നു, ഇലകളുടെ മേൽക്കൂരയ്ക്ക് കീഴിൽ. തണുത്ത കാറ്റിൽ നിന്ന് എനിക്ക് സംരക്ഷണം ലഭിച്ചു. അത് മൃദുവായിരുന്നില്ല, പക്ഷേ കടലിലെ എൻ്റെ ചങ്ങാടത്തേക്കാൾ വളരെ നല്ലതായിരുന്നു. എൻ്റെ കണ്ണുകൾ അടഞ്ഞു, ക്ഷീണം കനത്തത്. ഞാൻ ഉറക്കത്തിൻ്റെ വക്കിലായിരുന്നു. പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു. എൻ്റെ ചുറ്റുപാടിൽ നിന്ന് ഒരു പടരുന്ന ശബ്ദം, ഒരു മൃഗത്തിൻ്റെ. എന്തോ ഉണ്ടായിരുന്നു ഇരുട്ടിൽ. ഞാൻ പെട്ടെന്നിരുന്നു. എൻ്റെ കയ്യിലൊരു കല്ല് മുറുകെ പിടിച്ചു. എൻ്റെ കണ്ണുകൾ തുറന്നു, വിശാലമായി. ശബ്ദം എൻ്റെ അടുത്തു വന്നു, പടരുന്നത്. അതൊരു ചെറിയ മൃഗമായിരുന്നു, വലുതല്ല. എനിക്ക് ആശ്വാസം തോന്നി, ചെറുതായി. പക്ഷേ ഞാൻ ജാഗ്രത പാലിച്ചു. അത് വിഷമുള്ളതാകാം. ആ നിഴൽ എൻ്റെ അഭയത്തിനരികിലൂടെ കടന്നുപോയി, പിന്നെ അകന്നു. നിശ്ശബ്ദത തിരിച്ചുവന്നു. കാടിൻ്റെ ശബ്ദങ്ങൾ മാത്രം അവശേഷിച്ചു, ഇലകൾ കാറ്റിൽ മുഴങ്ങുന്നത്. ഞാൻ വീണ്ടും കിടന്നു. എൻ്റെ ശ്വാസം ശാന്തമാക്കി. ഉറക്കം എന്നെ ആക്രമിച്ചു, ക്ഷീണം കനത്തത്. പതിയെ ഞാൻ ആഴത്തിലേക്ക് മുങ്ങി. ഞാൻ സ്വപ്നങ്ങൾ കണ്ടു. എൻ്റെ വീട്, എൻ്റെ കുടുംബം, ചൂടുള്ള ഭക്ഷണം, സുരക്ഷിതമായ കിടക്ക. പെട്ടെന്ന് കടൽ തിരമാലകൾ, ഒരു കപ്പൽ മുങ്ങുന്നത്, വെള്ളം കയറുന്നത്, എൻ്റെ ശ്വാസം മുട്ടുന്നത്. ഞാൻ ഞെട്ടലോടെ ഉണർന്നു. എൻ്റെ നെറ്റിയിൽ വിയർപ്പ് നിറഞ്ഞിരുന്നു. പ്രഭാതം വന്നിരുന്നു. സൂര്യപ്രകാശം എൻ്റെ ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങി, സ്വർണ്ണ നിറത്തിൽ. ഞാൻ എഴുന്നേറ്റു. എൻ്റെ ശരീരം വേദനിച്ചു, എൻ്റെ പേശികൾ വിറച്ചു. പക്ഷേ എനിക്ക് ഊർജം തോന്നി. ഞാൻ ആഹാരം കഴിച്ചു. എനിക്ക് ഉറക്കം കിട്ടി. അതെനിക്ക് ശക്തി നൽകി. ഞാൻ എൻ്റെ അഭയത്തിൽ നിന്ന് പുറത്തിറങ്ങി. എനിക്ക് ഈ ദ്വീപ് മുഴുവൻ പര്യവേക്ഷിക്കണം. എനിക്ക് വെള്ളം കണ്ടെത്തണം, ശുദ്ധജലം. അത് അത്യാവശ്യമാണ്. ഞാൻ കാട്ടിലൂടെ നടന്നു, ശ്രദ്ധയോടെ. എൻ്റെ കാൽക്കീഴിലെ മണ്ണ് മൃദുവായിരുന്നു, നനഞ്ഞിരുന്നു. അതൊരു നല്ല അടയാളമായിരുന്നു. വെള്ളം അടുത്തുണ്ട്. ഞാനൊരു കുത്തനെയുള്ള ഭാഗം കണ്ടു, ഒരു കുന്ന്. ഞാനത് കയറാൻ തീരുമാനിച്ചു. ഉയർന്ന സ്ഥലത്തുനിന്ന് എനിക്ക് ദ്വീപ് മുഴുവൻ കാണാം. എനിക്ക് രക്ഷാപ്രവർത്തനം കാണാം, കപ്പലുകൾ. ഞാൻ കയറാൻ തുടങ്ങി. ഞാൻ പാറകൾ മുറുകെ പിടിച്ചു. എൻ്റെ കാലുകൾ ബലപ്പെടുത്തി. ഞാൻ ഉയർന്നുകൊണ്ടേയിരുന്നു. അത് ശ്രമകരമായിരുന്നു, പക്ഷേ ഞാൻ നിർത്തിയില്ല. പകുതി വഴിയിൽ എൻ്റെ കാൽക്കീഴിലൊരു പാറ തെന്നിപ്പോയി. ഞാൻ ഞെട്ടി, പതറി. ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു, വേഗത്തിൽ. ഞാൻ പാറ മുകളിൽ തൂങ്ങിക്കിടന്നു. എൻ്റെ ഹൃദയം എൻ്റെ നെഞ്ചിൽ മുഴങ്ങി. ഞാൻ താഴേക്ക് നോക്കി. ഉയരം വളരെയധികമായിരുന്നു. ഒരു വീഴ്ച എൻ്റെ മരണമായിരിക്കും. ഞാൻ മുറുകെ പിടിച്ചു. ഞാൻ ശക്തിയോടെ വീണ്ടും കയറാൻ ശ്രമിച്ചു. ഞാൻ ഉയർന്നു, കൂടുതൽ, മുകളിലേക്ക്. ഒടുവിൽ ഞാൻ പാറ മുകളിലെത്തി, സുരക്ഷിതമായി. ഞാൻ നെടുവീർപ്പെടുത്തി, ആശ്വാസത്തോടെ. ഞാൻ എഴുന്നേറ്റു നിന്നു, ചുറ്റും നോക്കി. കാഴ്ച അത്ഭുതകരമായിരുന്നു. എനിക്ക് ദ്വീപ് മുഴുവൻ കാണാമായിരുന്നു താഴെ. അത് ചെറുതായിരുന്നു, ഏകദേശം 4 കിലോമീറ്റർ നീളവും 2 വീതിയും. കാടിൻ്റെ പച്ചപ്പ്, കടൽത്തീരത്തിൻ്റെ വെളുപ്പ്, സമുദ്രത്തിൻ്റെ നീല. അത് സുന്ദരമായിരുന്നു, പക്ഷേ ഒറ്റപ്പെട്ടതും. ഞാൻ എല്ലാ ദിശയിലും നോക്കി, എൻ്റെ കണ്ണെത്തുന്നിടത്തോളം. എങ്ങും സമുദ്രം മാത്രം. കപ്പലുകളില്ല, കരയില്ല, ഒന്നുമില്ല. എൻ്റെ ഹൃദയം മുങ്ങി.
നിരാശയോടെ. നാഗരികത എത്ര അകലെയാണ്? ആരെങ്കിലും എന്നെ വരുമോ? എപ്പോൾ? പിന്നെ ഞാൻ ദ്വീപിൻ്റെ മധ്യഭാഗത്തൊരു വിള്ളൽ കണ്ടു. ഒരു താഴ്വര. അവിടെ പച്ച കൂടുതലായിരുന്നു. ഞാൻ ശ്രദ്ധയോടെ നോക്കി. ഞാനൊരു തിളക്കം കണ്ടു. സൂര്യപ്രകാശത്തിൽ വെള്ളം. അവിടെ തീർച്ചയായും വെള്ളമുണ്ട്. എനിക്ക് ഉത്സാഹം തോന്നി. ഞാൻ ഇറങ്ങാൻ തുടങ്ങി, വേഗത്തിൽ, പക്ഷേ ശ്രദ്ധയോടെ. താഴേക്ക്. ഞാൻ കാട്ടിലേക്ക് തിരിച്ചു, താഴ്വരയിലേക്ക്. എൻ്റെ മനസ്സിൽ ദിശയുണ്ടായിരുന്നു. ഞാൻ നടന്നു, വേഗത്തിൽ. ഞാൻ താഴ്വരയോടടുക്കും തോറും മരങ്ങൾ കട്ടിയായി. വായുവിൽ നനവ് കൂടി. അതൊരു നല്ല അടയാളമായിരുന്നു. പിന്നെ ഞാൻ ശബ്ദം കേട്ടു, വെള്ളത്തിൻ്റെ, ഒഴുകുന്നത്. എൻ്റെ ഹൃദയം കുതിച്ചു. ഞാൻ ഓടി ആ ശബ്ദത്തിലേക്ക്. മരങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ഞാനൊരു ചെറിയ അരുവി കണ്ടു. പാറകളിൽ നിന്ന് ഒഴുകുന്നു. വെള്ളം തെളിഞ്ഞതായിരുന്നു, തിളങ്ങുന്നത്. ഞാൻ അരുവിക്കരികിൽ മുട്ടുകുത്തി. എൻ്റെ കൈ മുക്കി വെള്ളത്തിൽ. അത് പണുത്തതായിരുന്നു, ശുദ്ധം. ഞാനതെൻ്റെ വായിലേക്കെടുത്തു, കുടിച്ചു. അത് സ്വർഗീയമായിരുന്നു. ഞാൻ കൂടുതൽ കുടിച്ചു, എനിക്ക് നിർത്താനാവാതെ. എൻ്റെ ദാഹം ശമിച്ചു. എൻ്റെ ശരീരം ഉണർന്നു. എൻ്റെ ശക്തി തിരിച്ചു വന്നു. ഞാൻ അരുവിക്കരികിലിരുന്നു, ചുറ്റും നോക്കി. താഴ്വര മനോഹരമായിരുന്നു. എല്ലായിടത്തും പച്ചപ്പ്, പൂക്കൾ, നിറങ്ങൾ. പക്ഷികൾ മരങ്ങളിൽ പാടി. ഈ സ്ഥലത്ത് ജീവൻ നിറഞ്ഞിരുന്നു. ഞാൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ അഭയം ഇവിടെ മാറ്റണം, വെള്ളത്തിനരികിൽ. അത് അത്യാവശ്യമാണ്. അടുത്തുണ്ടായാൽ എളുപ്പമാണ്. ഞാൻ എഴുന്നേറ്റു. എൻ്റെ പര്യവേക്ഷണം തുടർന്നു. താഴ്വരയിൽ ഞാൻ കൂടുതൽ കണ്ടെത്തി. പഴങ്ങൾ, കായകൾ, ഭക്ഷ്യയോഗ്യമായവ. ഞാനൊരു ചെറിയ ഗുഹ കണ്ടു, ഒരു പാറയുടെ ചുവട്ടിൽ. ഞാൻ അകത്തേക്ക് പോയി. അത് വരണ്ടതായിരുന്നു, സുരക്ഷിതമായിരുന്നു. മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലം. ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇവിടെ താമസിക്കും. ഇതാണ് എൻ്റെ പുതിയ അഭയം. വെള്ളം അടുത്തുണ്ട്, ഭക്ഷണം സമൃദ്ധമാണ്. ഇത് അനുയോജ്യമാണ്. ആ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ പുതിയ അഭയം തയ്യാറാക്കുന്നതിനായി ചിലവഴിച്ചു. ഞാൻ ഇലകൾ ശേഖരിച്ചു, എനിക്ക് കിടക്കാൻ. ഞാൻ ഉണങ്ങിയ മരക്കൊമ്പുകൾ കൊണ്ടുവന്നു, എൻ്റെ വാതിലിനായി. സന്ധ്യയായി, സൂര്യൻ അസ്തമിച്ചു. ഞാൻ എൻ്റെ ഗുഹയിലിരുന്നു, പുറത്തേക്ക് നോക്കി. താഴ്വര അന്ധകാരത്തിൽ മുങ്ങി. രാത്രിയുടെ ശബ്ദങ്ങൾ തുടങ്ങി. മൃഗങ്ങൾ ഉണർന്നു, വേട്ടയാടാൻ. ശബ്ദം കടൽത്തീരത്തേക്കാൾ വ്യത്യസ്തമായിരുന്നു. ഞാൻ ഉറങ്ങാൻ തയ്യാറായി. ക്ഷീണം കനത്തതായിരുന്നു. പക്ഷേ എനിക്ക് സംതൃപ്തി തോന്നി. ഞാൻ പുരോഗതി ഉണ്ടാക്കി. അതിജീവനം സാധ്യമാണ്. എൻ്റെ കണ്ണുകൾ അടഞ്ഞു, ഇരുട്ടിൽ, പ്രതീക്ഷയോടെ. നാളെ ഞാൻ കൂടുതൽ പര്യവേക്ഷിക്കും. ദ്വീപിൻ്റെ എല്ലാ ഭാഗവും. ഞാൻ സാധ്യതകൾ കണ്ടെത്തും. പെട്ടെന്ന് ഞാനൊരു ഗർജനം കേട്ടു. ദൂരെ, ആകാശത്ത്, ഇടിമിന്നൽ. ഞാൻ എൻ്റെ കണ്ണുകൾ അടഞ്ഞു. പെട്ടെന്ന് ഞാൻ എൻ്റെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഓടി നോക്കി. ഞാൻ കറുത്ത മേഘങ്ങൾ കണ്ടു, കനത്തത്, അടുത്തുവരുന്നു. കാറ്റ് ശക്തമായി. മരങ്ങൾ കുലുങ്ങി, ഇലകൾ പറന്നു. കൊടുങ്കാറ്റ് വരുന്നു. മഴത്തുള്ളികൾ തുടങ്ങി, ചെറുതായി, പിന്നെ ശക്തമായി. അത് കനത്തു പെയ്യാൻ തുടങ്ങി. ആകാശം വിണ്ടു. ഞാൻ എൻ്റെ ഗുഹയിലേക്ക് ഓടി, വരണ്ട സ്ഥലത്തേക്ക്. അത് സുരക്ഷിതമായിരുന്നു. പുറത്ത് മഴ ശക്തമായി പെയ്തു. ഇടിമിന്നൽ തുടർന്നു. ആകാശം നിമിഷനേരത്തേക്ക് പ്രകാശിച്ചു. പിന്നെ ഇരുട്ട്, വീണ്ടും. കാറ്റലറി. മരങ്ങൾ വളഞ്ഞു. കൊടുങ്കാറ്റിൻ്റെ ശക്തി അതീവ തീവ്രമായിരുന്നു. എനിക്ക് പേടി തോന്നി, ചെറുതായി. കൊടുങ്കാറ്റിൻ്റെ ശക്തി ഞാൻ കടലിൽ അനുഭവിച്ചിരുന്നു. എൻ്റെ കപ്പൽ മുങ്ങിയപ്പോൾ. എൻ്റെ ഗുഹ എനിക്ക് മതിയായ സംരക്ഷണം നൽകുമോ? വെള്ളപ്പൊക്കമുണ്ടാകുമോ? അരുവിയിൽ നിന്ന് എനിക്ക് പ്രശ്നമുണ്ടാകുമോ? ചിന്തകൾ എൻ്റെ മനസ്സിൽ കറങ്ങി. കൊടുങ്കാറ്റ് പുറത്തലറിക്കൊണ്ടിരുന്നു. രാത്രി നീണ്ടു, അനന്തമായി. മണിക്കൂറുകൾ കടന്നുപോയി. കൊടുങ്കാറ്റ് തുടർന്നു. അത് ശമിച്ചില്ല, ശക്തി കുറഞ്ഞില്ല. പ്രകൃതിയുടെ കോപം, അനിയന്ത്രിതം. പെട്ടെന്ന് ഞാനൊരു വ്യത്യസ്തമായ ശബ്ദം കേട്ടു. ഒരു മരം വീഴുന്ന ശബ്ദം, ഇടിമുഴക്കത്തോടെ. അതെനിക്ക് അടുത്തെവിടെയോ ആയിരുന്നു. ഞാൻ ഞെട്ടി. ഞാൻ എൻ്റെ ഗുഹയ്ക്ക് പുറത്തേക്ക് നോക്കി. ഒരു ഇടിമുഴക്കത്തിൻ്റെ പ്രകാശത്തിൽ ഞാൻ കണ്ടു, ഒരു വലിയ മരം വീണുകിടക്കുന്നു. എൻ്റെ ഗുഹയ്ക്ക് വളരെ അടുത്തായി, ഏകദേശം 3 മീറ്റർ മാത്രം അകലെ. എൻ്റെ ഭാഗ്യം. അല്പം കൂടി അടുത്തായിരുന്നെങ്കിൽ ആ മരം എൻ്റെ ഗുഹയിൽ വീണേനെ. എൻ്റെ മരണം ഉറപ്പായിരുന്നു. എൻ്റെ കൈകൾ വിറച്ചു. കൊടുങ്കാറ്റ് ക്രമേണ ശമിച്ചു. പ്രഭാതത്തോടടുക്കുമ്പോൾ മഴ നിന്നു. കാറ്റ് ശാന്തമായി. നിശബ്ദത തിരിച്ചുവന്നു. ഞാൻ പുറത്തിറങ്ങി. പ്രഭാതപ്രകാശത്തിൽ താഴ്വര മാറിയിരുന്നു. മരങ്ങൾ വീണുകിടക്കുന്നു. ചില്ലകൾ ചിതറി. എല്ലായിടത്തും വെള്ളം നിറഞ്ഞു. അരുവി വലുതായി, കര കവിഞ്ഞൊഴുകി. അത് ശക്തമായിരുന്നു, അപകടകരമായിരുന്നു. ഞാനതിനടുത്തു പോയില്ല. ഞാൻ ചുറ്റും നാശം കണ്ടു. പ്രകൃതിയുടെ ശക്തി ഞാൻ അനുഭവിച്ചു. ഈ ശക്തികൾക്കെതിരെ മനുഷ്യൻ എത്ര ചെറുതാണ്. പക്ഷേ ഞാൻ അതിജീവിച്ചു. മറ്റൊരു രാത്രി, മറ്റൊരു വെല്ലുവിളി.
എനിക്ക് ശക്തി തോന്നി, ആത്മവിശ്വാസം. ഈ ദ്വീപിൽ അതിജീവനം സാധ്യമാണ്. വെല്ലുവിളികളുണ്ട്, അപകടങ്ങളുണ്ട്, പക്ഷേ അത് സാധ്യമാണ്. എനിക്ക് ദിവസങ്ങളെടുക്കാം, ആഴ്ചകൾ, മാസങ്ങൾ വരെയും, രക്ഷ വരെ. പക്ഷെ ഞാൻ കാത്തിരിക്കും, അതിജീവിച്ച്, പ്രതീക്ഷയോടെ. ഞാൻ സമുദ്രത്തിലേക്ക് നോക്കി, അപ്പുറത്തേക്ക്. എവിടെയോ എൻ്റെ വീടുണ്ട്, എൻ്റെ കുടുംബം. ഞാൻ തിരിച്ചു പോകണം, എന്തു വില കൊടുത്തും. ഞാനൊരു പുതിയ ദിവസം പുതിയ പ്രതീക്ഷയോടെ തുടങ്ങി. കൊടുങ്കാറ്റിന് ശേഷം എല്ലാം പുതുതായി തോന്നി. വായു ശുദ്ധമായിരുന്നു, പുതുമഴയുടെ മണം, പക്ഷികൾ പാടിത്തുടങ്ങി, ജീവൻ തിരിച്ചുവന്നു. ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ കൂടാരം പരിശോധിക്കുകയെന്നതാണ്. അത് നനഞ്ഞിരുന്നു, അകത്തും പുറത്തും. പക്ഷേ അതിന് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. അത് ശക്തമായി നിന്നു. ഞാൻ മഴവെള്ളം വലിച്ചെറിഞ്ഞു. സൂര്യപ്രകാശത്തിൽ അത് വീണ്ടും ഉണങ്ങാനിട്ടു. ഞാൻ ഉണങ്ങിയ മരക്കൊമ്പുകൾ ശേഖരിച്ചു. അവ എനിക്ക് ഇന്ധനമായി ഉപയോഗിക്കാം. ഞാനവ എൻ്റെ കൂടാരത്തിന് സമീപം ഒരു വരണ്ട സ്ഥലത്ത് സൂക്ഷിച്ചു. വെള്ളം ഇപ്പോൾ എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. അരുവി വലുതായി, വ്യക്തമായും ശുദ്ധമായും. ഞാൻ എൻ്റെ പാത്രങ്ങൾ നിറച്ചു, അടുത്ത കൊടുങ്കാറ്റിനായി കരുതി. ഭക്ഷണമായിരുന്നു എൻ്റെ പ്രധാന ആശങ്ക. കൊടുങ്കാറ്റിനിടയിൽ എനിക്ക് മത്സ്യം പിടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ സംഭരിച്ച പഴങ്ങൾ തീർന്നു. എനിക്ക് വിശപ്പ് അനുഭവപ്പെട്ടു, ശക്തമായി. ഞാൻ വീണ്ടും എൻ്റെ തിരച്ചിൽ ആരംഭിച്ചു, എൻ്റെ ചാട്ടിമരം ഉപയോഗിച്ച്. ഞാൻ കടൽ തീരത്തേക്ക് പോയി. സൂര്യോദയത്തിൽ കൊടുങ്കാറ്റ് കടലിനെ ഇളക്കിമറിച്ചിരുന്നു. വലിയ തിരമാലകൾ മണലിലേക്ക് വന്നു വീണു. പുതിയ കാര്യങ്ങൾ കരയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ചിപ്പികൾ കണ്ടു, കൂമ്പുകൾ, കടൽ കൊഴുപ്പ്. ഞാനവ ശേഖരിച്ചു, ശ്രദ്ധയോടെ. ചിലതിന് മൂർച്ചയുള്ള അരികുകൾ ഉണ്ടായിരുന്നു. എൻ്റെ വിരലിൽ ഒരു ചെറിയ മുറിവ് പറ്റി. പക്ഷെ ഞാൻ ജാഗ്രത പാലിച്ചു. പാറക്കെട്ടുകൾക്കിടയിൽ കൊടുങ്കാറ്റുണ്ടാക്കിയ ചെറിയ കുളങ്ങളിൽ ചെറിയ മത്സ്യങ്ങൾ കുടുങ്ങിയിരുന്നു. അവ പിടിക്കാൻ പറ്റിയവയായിരുന്നു. ഞാൻ കൈകൊണ്ട് ശ്രമിച്ചു. എൻ്റെ ആദ്യ ശ്രമം പരാജയമായിരുന്നു. മത്സ്യം വേഗത്തിലായിരുന്നു. അത് മണലിനടിയിൽ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ ഉപേക്ഷിച്ചില്ല. ഞാൻ മറ്റൊരു കുളത്തിൽ നിന്ന് മറ്റൊരു മത്സ്യത്തെ ശ്രമിച്ചു. ഇത്തവണ ഞാൻ വിജയിച്ചു. അതെൻ്റെ വിരലുകൾക്കിടയിൽ പിടികിട്ടി. അത് തെറിച്ചു. പക്ഷെ ഞാനത് മുറുകെ പിടിച്ചു. വെള്ളത്തിൽ നിന്ന് പുറത്തേക്കെടുത്തു. അതൊരു ചെറിയ മത്സ്യമായിരുന്നു, പക്ഷെ അത് ഭക്ഷണമായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ 5 മത്സ്യങ്ങൾ പിടിച്ചു. അത് വളരെ പോരാ, പക്ഷെ അതൊരു തുടക്കമായിരുന്നു. എനിക്ക് സംതൃപ്തി തോന്നി, ഒരു നേട്ടം. ഞാൻ ചിപ്പികൾ തുറന്നു, ഒരു മൂർച്ചയുള്ള കല്ലുകൊണ്ട്. അകത്തെ മാംസം ഞാൻ കഴിച്ചു, പച്ചയായി. രുചി വിചിത്രമായിരുന്നു, പക്ഷെ അത് പോഷകമുള്ളതായിരുന്നു. അതെനിക്ക് ശക്തി നൽകി. പിന്നെ ഞാൻ എൻ്റെ മത്സ്യങ്ങൾ തീയിൽ വേവിച്ചു. എനിക്ക് വീണ്ടും തീയുണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിജയിച്ചു. പുക ഉയർന്നു, മത്സ്യം പാകമായി. അതിൻ്റെ മണം നല്ലതായിരുന്നു. എൻ്റെ വായിൽ വെള്ളമൂറി. ഞാനത് സാവധാനം കഴിച്ചു, ഓരോ കഷണവും ആസ്വദിച്ചു. എത്ര നാളായി ഞാൻ ശരിയായ ഭക്ഷണം കഴിച്ചിട്ട്? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് സംതൃപ്തി തോന്നി. എൻ്റെ വയറ് നിറഞ്ഞു, എൻ്റെ ശക്തി തിരിച്ചു വന്നു. ഞാൻ ചിന്തിച്ചു, എൻ്റെ അടുത്ത പടികൾ എന്തായിരിക്കണം? രക്ഷയ്ക്കായി കാത്തിരുന്നാൽ മാത്രം പോരാ. ഞാൻ സ്വയം എന്തെങ്കിലും ചെയ്യണം. ഞാൻ സഹായത്തിനായി വിളിക്കണം, ശ്രദ്ധയാകർഷിക്കണം. ഒരു സിഗ്നൽ തീ, അതാണ് പ്രധാനം. കടൽ തീരത്ത്, ഉയർന്ന സ്ഥലത്ത്, ദൂരെ നിന്ന് കാണാവുന്നതായി. ഉച്ചകഴിഞ്ഞ് ഞാനെൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ തീരത്തെ ഏറ്റവും ഉയർന്ന പാറക്കെട്ട് ഞാൻ തിരഞ്ഞെടുത്തു. അത് നല്ല സ്ഥലമായിരുന്നു, കാണാൻ എളുപ്പവും. ഞാൻ വരണ്ട മരക്കമ്പുകൾ കൊണ്ടുവന്നു, നിരവധി. ഞാൻ അവ ഒരു വലിയ കൂമ്പാരമാക്കി, ഉയരത്തിൽ. തീയും പുകയും മൈലുകൾ അപ്പുറത്തുനിന്ന് കാണാൻ കഴിയും വിധം. കൂടുതൽ പുകയുണ്ടാക്കാൻ, പ്രത്യേകിച്ച് കറുത്ത പുക, ഞാൻ പച്ച ഇലകളും നനഞ്ഞ പുല്ലും ശേഖരിച്ചു. അവ കൂടുതൽ ശ്രദ്ധയാകർഷിക്കും. എൻ്റെ സിഗ്നൽ തീ തയ്യാറായി. എനിക്ക് എപ്പോൾ വേണമെങ്കിലും അത് കത്തിക്കാം. ഞാനൊരു കപ്പലോ വിമാനമോ കണ്ടാൽ ഞാനത് കത്തിക്കും. പക്ഷേ ഇതുവരെ ഞാൻ ഒന്നും കണ്ടില്ല. ദിനങ്ങളായി, ആഴ്ചകളായി. ഞാനിവിടെ എത്ര നാളായി ഉണ്ടായിരുന്നു? ഞാൻ കണക്ക് കൂട്ടി. 15 ദിവസമോ 20ഓ? എനിക്ക് വ്യക്തമായില്ല. ഞാൻ സമുദ്രത്തിലേക്ക് നോക്കി. അത് ശൂന്യമായിരുന്നു, വിശാലമായിരുന്നു, അനന്തമായിരുന്നു. എനിക്ക് ഏകാന്തത തോന്നി. ഈ ദ്വീപിൽ വന്നതിന് ശേഷം ആദ്യമായി ഞാൻ ശരിക്കും ഏകാന്തത അനുഭവിച്ചു. മുൻപ് ഞാൻ എപ്പോഴും തിരക്കിലായിരുന്നു, അതിജീവിക്കുന്നതിൽ. എനിക്ക് ഏകാന്തത അനുഭവിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഈ നിശ്ചലതയിൽ എനിക്കത് അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ വീട്ടിലെ ആളുകളെ ഓർത്തു, എൻ്റെ കുടുംബത്തെ, എൻ്റെ സുഹൃത്തുക്കളെ. അവർ എന്ത് ചിന്തിക്കുന്നുണ്ടാകും? ഞാൻ മരിച്ചുവെന്നവർ കരുതുന്നുണ്ടോ? അവരെന്നെ തിരയുന്നുണ്ടോ? എൻ്റെ കണ്ണുകൾ നനഞ്ഞു, ആദ്യമായി. ഞാൻ കരയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. എൻ്റെ ബലഹീനത ഞാൻ കാണിക്കില്ല എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്കത് തടയാൻ കഴിഞ്ഞില്ല. ഞാൻ കരഞ്ഞു, നിശബ്ദമായി, കടൽ തീരത്ത്. ആരും എന്നെ കാണുന്നില്ലായിരുന്നു. ആരും എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലായിരുന്നു.
സമുദ്രവും അലകളും കാറ്റും മാത്രമായിരുന്നു എൻ്റെ കൂടെ. കുറച്ചു കഴിഞ്ഞ് ഞാൻ കരച്ചിൽ നിർത്തി. ഞാൻ എൻ്റെ മുഖം തുടച്ചു, എഴുന്നേറ്റു. വീണ്ടും ഞാൻ തോൽക്കില്ല. ഞാൻ ഈ ദ്വീപിനോടും പ്രകൃതിയോടും ഏകാന്തതയോടും തോൽക്കില്ല. സൂര്യാസ്തമയത്തോടടുത്തു. സൂര്യൻ സമുദ്രത്തിൽ മുങ്ങി. ആകാശത്ത് ചുവപ്പും ഓറഞ്ചും നിറങ്ങൾ. അത് മനോഹരമായിരുന്നു, അതിശയകരമായിരുന്നു. ഞാൻ നിന്നു, അത് കണ്ടു, ആസ്വദിച്ചു. ഈ നാശത്തിനിടയിലും ഈ കഷ്ടപ്പാടിനിടയിലും പ്രകൃതിയിൽ സൗന്ദര്യമുണ്ട്. രാത്രി വീണു. നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ലക്ഷങ്ങളായി, ദശലക്ഷങ്ങളായി. എനിക്കെൻ്റെ ജീവിതത്തിൽ ഇത്രയധികം നക്ഷത്രങ്ങൾ ഒരിക്കലും കണ്ടില്ല. ഇവിടെ പ്രകാശമലിനീകരണമില്ലാത്തതുകൊണ്ടാണ്. ക്ഷീരപഥം ഞാൻ വ്യക്തമായി കണ്ടു. അതെന്നെ അതിശയിപ്പിച്ചു. പ്രപഞ്ചം എത്ര വലുതാണ്, മനുഷ്യൻ എത്ര ചെറുതാണ്. പക്ഷേ ആ ചെറിയ മനുഷ്യനും ശക്തിയുണ്ട്. അതിജീവിക്കാനുള്ള ശക്തി, പൊരുതാനുള്ള ശക്തി, ജയിക്കാനുള്ള ശക്തി. ഞാൻ എൻ്റെ കൂടാരത്തിനടുത്തൊരു തീ കത്തിച്ചു. അതെനിക്ക് ചൂടും വെളിച്ചവും സുരക്ഷിതത്വവും നൽകി. ഞാൻ ചിന്തിച്ചു, നാളെ ഞാൻ എന്തു ചെയ്യും? ഞാൻ കൂടുതൽ മത്സ്യം പിടിക്കണം, കൂടുതൽ ഭക്ഷണം സംഭരിക്കണം. ഞാൻ ഈ ദ്വീപിൻ്റെ മറ്റു ഭാഗങ്ങൾ പര്യവേക്ഷിക്കണം. പക്ഷേ അവിടെ മറ്റു വിഭവങ്ങളുണ്ടായിരിക്കും, മറ്റു ഭക്ഷണം, വെള്ളം, മെച്ചപ്പെട്ട അഭയസ്ഥലം. പക്ഷേ രക്ഷയ്ക്കുള്ള മാർഗം പോലും. ഞാനൊരു വള്ളം നിർമ്മിച്ചാലോ? അത് സാധ്യമാണോ? കര എത്ര ദൂരെയുണ്ട്? മൈലുകൾ, 10,000. അത് അസാധ്യമാണ്. പക്ഷേ കാത്തിരിക്കുന്നതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ല. ഞാൻ എൻ്റെ സിഗ്നൽ തീ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാത്തിരിക്കും. എപ്പോഴെങ്കിലും ആരെങ്കിലും വരും. ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. പ്രതീക്ഷ, അതാണ് മനുഷ്യനെ ഏറ്റവും കഠിനമായ സമയങ്ങളിൽ നിലനിർത്തുന്നത്. ഞാൻ എൻ്റെ കൂടാരത്തിൽ കിടന്നു, അലകളുടെ ശബ്ദം കേട്ടുകൊണ്ട്. അത് താളാത്മകമായിരുന്നു, ശാന്തമാക്കുന്നത്. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ സ്വപ്നങ്ങൾ കണ്ടു. എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തോടൊപ്പം. ഞാൻ ചിരിച്ചു, സംസാരിച്ചു, ഒരു സാധാരണ ജീവിതം നയിച്ചു. അതെത്ര വിലപ്പെട്ടതായിരുന്നുവെന്ന് മുൻപ് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പുലർച്ചെ ഞാൻ പക്ഷികളുടെ കീച്ചൽ കേട്ടുണർന്നു. പുതിയ ദിവസം, പുതിയ അവസരങ്ങൾ, പുതിയ വെല്ലുവിളികൾ. ഞാൻ എഴുന്നേറ്റു. എൻ്റെ ശരീരം വലിച്ചു നീട്ടി. എൻ്റെ ശരീരം വേദനിച്ചു, കഠിനാധ്വാനം കൊണ്ട്. പക്ഷേ എനിക്ക് ശക്തമായി തോന്നി, കരുത്തുള്ളതായി, മുൻപിനേക്കാൾ ശക്തമായി. ഈ ദ്വീപെന്നെ മാറ്റി, ശാരീരികമായും മാനസികമായും. അതെന്നെ കഠിനമാക്കി, ശക്തനാക്കി, പ്രതിരോധശേഷിയുള്ളതാക്കി. ഞാൻ അതിജീവിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നി. ഇത്ര നാളം, ഇത്രയും കഷ്ടപ്പാടുകൾക്ക് ശേഷവും ഞാൻ തോറ്റില്ല. ഞാൻ സമുദ്രത്തിലേക്ക് നോക്കി. അതിരുകളില്ലാത്ത നീലനിറത്തിലേക്ക്, തിരമാലകളിലേക്ക്. പെട്ടെന്ന് ഞാൻ എന്തോ കണ്ടു. ദൂരെ, വളരെ ദൂരെ, ഒരു ബിന്ദു, വെളുത്തത്. ഒരു കപ്പലോ, ഒരു ബോട്ടോ. എൻ്റെ ഹൃദയം കുതിച്ചു. ഇതാണോ ഒടുവിൽ എൻ്റെ രക്ഷ? ഞാൻ തീരത്തേക്കോടി. എൻ്റെ കാലുകൾ മണൽത്തിട്ടകളിൽ കുഴഞ്ഞു. ഞാൻ വീണു, എഴുന്നേറ്റു, വീണ്ടുമോടി. എൻ്റെ ശ്വാസം മുട്ടി. പക്ഷേ ഞാൻ നിർത്തിയില്ല. എൻ്റെ കണ്ണുകൾ ആ ബിന്ദുവിൽ തന്നെ പതിഞ്ഞു. അത് വലുതാകുന്നുണ്ടോ? അതടുത്തു വരുന്നുണ്ടോ? എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കൈകൾ വീശി ഉച്ചത്തിൽ വിളിച്ചു, ഇവിടെ, എനിക്ക് സഹായം വേണം, ഇവിടെ ആരെങ്കിലും. എൻ്റെ ശബ്ദം കടലിൽ ചിതറി, തിരമാലകളിൽ മുങ്ങി. ഞാൻ എൻ്റെ ക്യാമ്പിലേക്ക് തിരികെ ഓടി. എനിക്ക് തീ ആവശ്യമായിരുന്നു. ഒരു വലിയ തീ, പുക, ഒരു സിഗ്നൽ. എനിക്കവരുടെ ശ്രദ്ധ ആകർഷിക്കണം. ഞാൻ വറ്റിയ ഇലകൾ കൂട്ടിയിട്ടു, ചിള്ളകൾ, എല്ലാം ഒരുമിച്ച്. ഞാൻ എൻ്റെ തീക്കല്ലുകളെടുത്തു. എൻ്റെ കൈകൾ വിറച്ചു, ആവേശം കൊണ്ടും ഭയം കൊണ്ടും. ഞാൻ കല്ലുകളടിച്ചു. തീപ്പൊരികൾ പറന്നു, ഇലകളിൽ വീണു. പക്ഷേ തീ പിടിച്ചില്ല. ഞാൻ വീണ്ടും ശ്രമിച്ചു. എൻ്റെ കൈകൾ വേദനിച്ചു. വിയർപ്പ് എൻ്റെ നെറ്റിയിൽ നിന്ന് തുള്ളിയിറങ്ങി. എൻ്റെ 5ാം ശ്രമത്തിൽ പുക ഉയർന്നു. ഒരു ചെറിയ തീജ്വാല. അത് വളർന്നു, പടർന്നു. ഞാൻ സന്തോഷത്തോടെ നിലവിളിച്ചു. ഞാൻ പച്ചിലകളും ഈണവും ചേർത്തു. പുക കട്ടിയായി, വെളുത്തതും കറുത്തതും, ആകാശത്തേക്കുയർന്നു. അതൊരു നിരയായി, നേരെ മുകളിലേക്ക്. ഞാൻ തീരത്തേക്ക് തിരികെ ഓടി, കടലിലേക്ക് നോക്കി. ആ ബിന്ദു ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അത് അപ്രത്യക്ഷമായിരുന്നില്ല. അത് കൂടുതൽ വ്യക്തമായി, ഒരു വെളുത്ത കപ്പലിൻ്റെ ആകൃതി. അവരെൻ്റെ പുക കാണുമോ? എൻ്റെ സിഗ്നൽ. അവരെന്നെ കാണുമോ? ഈ കുടുങ്ങിയ മനുഷ്യനെ? മണിക്കൂറുകൾ നീണ്ടു. ഞാൻ തീരത്ത് നിന്നു. എൻ്റെ തീയിൽ പച്ചിലകൾ ചേർത്തുകൊണ്ടിരുന്നു. ആ കപ്പലിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കപ്പൽ അടുത്തു വന്നില്ല. പക്ഷേ അത് ദൂരെ പോയുമില്ല. അത് അതേ സ്ഥാനത്ത് തന്നെ തുടർന്നു, നങ്കൂരമിട്ടിരിക്കുന്നത് പോലെ. സന്ധ്യ അടുത്തു. സൂര്യൻ താഴ്ന്നു. ആകാശത്തിൻ്റെ നിറങ്ങൾ മാറി. ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ.
അത് സുന്ദരമായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സിൽ ഭയം നിറഞ്ഞു. രാത്രി വന്നാൽ എനിക്ക് കപ്പൽ കാണാൻ പറ്റില്ല, കപ്പലിനും എന്നെ കാണാൻ പറ്റില്ല. എൻ്റെ രക്ഷ ഇരുട്ടിൽ അപ്രത്യക്ഷമാകും. ഞാൻ എൻ്റെ തീ വലുതാക്കി. ഞാൻ കൂടുതൽ വറ്റിയ മരവും ചില്ലകളുമിട്ടു. ജ്വാലകൾ ഉയർന്നു, ചൂട് തീവ്രമായി. ഞാൻ വിയർത്തു, ധാരാളം. ഇരുട്ട് പതുക്കെ വീണു. നക്ഷത്രങ്ങൾ ഒന്നൊന്നായി ആകാശത്ത് പ്രത്യക്ഷമായി. അനന്തമായ വിദൂരതയിൽ തിളങ്ങി. ഞാൻ എൻ്റെ തീയുടെ വെളിച്ചത്തിൽ നിന്നു കടലിലേക്ക് നോക്കി. എൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ എന്തെങ്കിലും കാണാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ കണ്ടു ഒരു വെളിച്ചം, ചെറുത്, മിന്നുന്നത്, ദൂരെ. കപ്പലിൻ്റെ വിളക്ക്. അതവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് പോയില്ല. എൻ്റെ ഹൃദയം പ്രതീക്ഷയാൽ നിറഞ്ഞു. അവർ രാത്രി മുഴുവൻ അവിടെ തന്നെ താമസിച്ചാൽ രാവിലെ വരെ എനിക്കൊരവസരമുണ്ട്. എനിക്ക് വീണ്ടും എൻ്റെ സിഗ്നൽ അയക്കാം. ഞാൻ മണലിൽ എൻ്റെ തീയുടെ അരികിലിരുന്നു. ഞാൻ കാത്തിരുന്നു. എനിക്കുറങ്ങാൻ ഭയമായിരുന്നു. ഉറങ്ങിയാൽ എൻ്റെ തീ കെട്ടുപോകും, എൻ്റെ സിഗ്നൽ നഷ്ടപ്പെടും. രാത്രി നീണ്ടു, തണുപ്പ് കൂടി, കാറ്റു വീശി, തിരമാലകൾ അലറി. ഞാൻ എൻ്റെ തീയിൽ ചില്ലകൾ ചേർത്തുകൊണ്ടേയിരുന്നു. എൻ്റെ മനസ്സിൽ ചിന്തകൾ കളിച്ചു. അവരാരായിരിക്കും? ഒരു മത്സ്യബന്ധന ബോട്ടോ, ഒരു വ്യാപാര കപ്പലോ, ഒരു യാച്ചോ, വിനോദസഞ്ചാരികളോ? എന്തായാലും അവരെൻ്റെ രക്ഷയായിരുന്നു. ഇവിടെ നിന്ന് പുറത്തേ കിടക്കാനുള്ള എൻ്റെ വഴി, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ നാഗരികതയിലേക്ക്. പുലർച്ചെ ആദ്യ വെളിച്ചം ചക്രവറത്തിൽ ചെമ്പരത്തി നിറത്തിൽ പ്രത്യക്ഷമായി. ഞാൻ ഉണർന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയത്. എൻ്റെ തീ കെട്ടിരുന്നു. അത് ചാരമായി മാറിയിരുന്നു. പുകയില്ല. ഞാൻ തിടുക്കത്തിൽ വീണ്ടും തീ കത്തിക്കാൻ ശ്രമിച്ചു. ഞാൻ ചില്ലകൾ കൂട്ടി, പുക ഉയർത്തി. ഞാൻ കടലിലേക്ക് നോക്കി. എൻ്റെ ഹൃദയം മിടിച്ചു നിന്നു. കപ്പൽ അപ്രത്യക്ഷമായിരുന്നു. അവിടെയില്ല. എൻ്റെ കണ്ണെത്തുന്നിടത്തോളം ഒന്നുമുണ്ടായിരുന്നില്ല. അത് പോയി. അതെന്നെ കാണാതെ രാത്രിയിൽ വിട്ടുപോയി. ഞാൻ മണലിൽ മുട്ടുകുത്തി. ഞാൻ എൻ്റെ തല താഴ്ത്തി. എൻ്റെ കണ്ണുനീരൊഴുകി. എനിക്കത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. രക്ഷ എനിക്ക് ഇത്രയും അടുത്തു വന്നിരുന്നു. എന്നിട്ട് അത് പോയി. ഞാൻ എൻ്റെ മുഖം എൻ്റെ കൈകളിൽ മറച്ചു. ഞാൻ ഉച്ചത്തിൽ കരഞ്ഞു. എൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആഴ്ചകളായി എൻ്റെ ഉള്ളിൽ കൂടി വന്നിരുന്ന എല്ലാ ദുഃഖവും സമ്മർദ്ദവും ഒരു പ്രളയം പോലെ പുറത്തേക്കൊഴുകി. ഞാൻ മണലിൽ ഇടഞ്ഞു. എൻ്റെ ഉള്ളിൽ ശൂന്യത തോന്നി. ഞാൻ തളർന്നു, പരാജിതനായി. സമയം നീങ്ങി. സൂര്യൻ ഉയർന്നു. ചൂട് വർദ്ധിച്ചു. പക്ഷേ ഞാൻ അനങ്ങിയില്ല. ഞാൻ അതേ സ്ഥാനത്ത് തന്നെ കിടന്നു. പിന്നെ ഞാനൊരു ശബ്ദം കേട്ടു. ഒരു മോട്ടോറിൻ്റെ ശബ്ദം, ഒരു എഞ്ചിൻ, വെള്ളത്തിൽ നിന്ന്. ഞാൻ എൻ്റെ തല ഉയർത്തി. എൻ്റെ കണ്ണുകൾ വിശാലമായി തുറന്നു. ഒരു ബോട്ട്, ഒരു ചെറിയ ബോട്ട്. അതിൻ്റെ ദ്വീപിലേക്ക് വരികയായിരുന്നു. അതാ കപ്പലിൽ നിന്ന് ഇറക്കിയതായിരിക്കണം. അതടുത്തു വരികയായിരുന്നു. ഞാൻ എഴുന്നേറ്റു. ഞാൻ ചാടി. ഞാൻ എൻ്റെ കൈകൾ വീശി. ഞാൻ വിളിച്ചു. എൻ്റെ ശബ്ദം തകർന്നിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നു. ബോട്ട് അടുത്തു വന്നു. അത് ആഴം കുറഞ്ഞ വെള്ളത്തിൽ നിർത്തി. രണ്ടുപേർ അതിൽ നിന്ന് ചാടിയിറങ്ങി എൻ്റെ നേരെ നടന്നു. അവർ യൂണിഫോം ധരിച്ചിരുന്നു. നാവികസേനയായിരുന്നു. അവരുടെ ദേശീയ പതാക എനിക്ക് കാണാമായിരുന്നു. സഹായം, ഔദ്യോഗിക സഹായം. ഞാൻ അവരുടെ നേരെ ഓടി, വെള്ളത്തിലൂടെ. എൻ്റെ കാലുകൾ തളർന്നു. ഞാൻ വീഴാൻ പോയി. അവരെന്നെ പിടിച്ചു. ശാന്തമാകൂ, നിങ്ങളിപ്പോൾ സുരക്ഷിതനാണ്. ഞങ്ങളിവിടെയുണ്ട്. അവരിലൊരാൾ എന്നോട് മലയാളത്തിൽ തന്നെ പറഞ്ഞു. അത് അച്ചടക്കമുള്ളൊരു ശബ്ദമായിരുന്നു. ഞാൻ അയാളെ മുറുകെ പിടിച്ചു. ഞാൻ കരയാതിരിക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. നന്ദി, ഒരുപാട് നന്ദി. ഞാൻ എത്ര നാളായി ഇവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് കാണാം. എത്ര കാലമായി? മറ്റേയാൾ മൃദുവായി ചോദിച്ചു. എനിക്ക് കൃത്യമായി അറിയില്ല. മാസങ്ങൾ, 2 or 3. ഞാൻ എണ്ണിയില്ല. അവരെന്നെ അവരുടെ ബോട്ടിലേക്ക് കൊണ്ടുപോയി. എനിക്ക് കയറാൻ അവർ സഹായിച്ചു. അവരെനിക്ക് വെള്ളം തന്നു. ഞാനത് ആകാംക്ഷയോടെ കുടിച്ചു. ബോട്ട് തിരിഞ്ഞു, വലിയ കപ്പലിലേക്ക്. ഞാൻ ദ്വീപിലേക്ക് അവസാനമായി ഒന്ന് നോക്കി. എൻ്റെ കൂടാരം, എൻ്റെ തീയുടെ പുക, മരങ്ങൾ, തീരം. ഞാൻ അതിനോട് മനസ്സിൽ വിട പറഞ്ഞു. നന്ദിയോടെ, കോപത്തോടെ, സങ്കീർണമായ വികാരങ്ങളോടെ. ഞാൻ കപ്പലിലെത്തി. ആളുകൾ എന്നെ കയറാൻ സഹായിച്ചു. ഒരു ഡോക്ടർ എന്നെ പരിശോധിച്ചു. അവരെന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്കെന്തെങ്കിലും പരിക്കുകളുണ്ടോ? എവിടെയെങ്കിലും വേദനയുണ്ടോ? അവരെനിക്കൊരു ശുദ്ധമായ ഷർട്ടും ട്രൗസറും ഷൂസും തന്നു. ഞാൻ അവ ധരിച്ചു. അതെനിക്ക് അപരിചിതമായി തോന്നി. എത്ര കാലമായി ഞാൻ തുണിക്കഷ്ണങ്ങളിലായിരുന്നു. അവരെനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു. ചോറും ഒരു ലഘുകറിയും. അതെൻ്റെ ദഹനത്തിന് എളുപ്പമുള്ളതായിരുന്നു. ഞാനത് സാവധാനം കഴിച്ചു. അതിൻ്റെ രുചി അത്ഭുതകരമായിരുന്നു. ക്യാപ്റ്റൻ എൻ്റെ അടുത്തു വന്നു. അദ്ദേഹം എന്നോട് സംസാരിച്ചു. എൻ്റെ കഥ ചോദിച്ചു. എൻ്റെ കപ്പൽ എങ്ങനെ മുങ്ങി? ഞാൻ എങ്ങനെ അതിജീവിച്ചു?
എത്ര ദിവസം? ഞാൻ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു. കൊടുങ്കാറ്റ്, കപ്പൽ മുങ്ങൽ, ദ്വീപിലെത്തൽ, എൻ്റെ അതിജീവനം, എൻ്റെ വെല്ലുവിളികൾ. അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടു, അഭിനന്ദനത്തോടെ. നിങ്ങളൊരു ധൈര്യനാണ്, ഒരു ശക്തൻ, ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞു. അവരെനിക്കൊരു കിടക്ക തന്നു, ഒരു ചെറിയ ക്യാബിനിൽ. അതിൽ മൃദുവായ മെത്തയും വെള്ള ഷീറ്റും ഒരു തലയിണയും ഉണ്ടായിരുന്നു. അതെനിക്ക് സ്വർഗം പോലെ തോന്നി. ഞാൻ അതിൽ കിടന്നു. എൻ്റെ ശരീരം ആ സുഖത്തിൽ മുങ്ങി. ഞാൻ എൻ്റെ കണ്ണുകളടച്ചു. എഞ്ചിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. കപ്പൽ നീങ്ങി. എന്നെ ദ്വീപിൽ നിന്നകലെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഉറങ്ങി, ആഴത്തിൽ, സമാധാനത്തോടെ. ഞാൻ നല്ല സ്വപ്നങ്ങൾ കണ്ടു, വെളിച്ചമുള്ള സ്വപ്നങ്ങൾ, ഇരുട്ടില്ലാത്തവ. രാവിലെ ഞാൻ ഉണർന്നപ്പോൾ സൂര്യപ്രകാശം എൻ്റെ കിടപ്പുമുറിയിൽ വന്ന് നിറഞ്ഞിരുന്നു. ഒരു പുതിയ ദിവസം, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ജീവിതം. ഞാൻ നന്ദിയോടെ എൻ്റെ കൈകൾ കൂപ്പി. നന്ദി, ആ രാത്രി, ആ കാത്തിരിപ്പ്, ആ കടൽ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ.